ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു സത്യം ദൈവജനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോവുക. ഈ വാക്യം മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു നിയമ സംവിധാനത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് യഹൂദ്യ നാട് ഭരിച്ചിരുന്നത് റോമക്കാരായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു റോമൻ പടയാളി ഭാരമേറിയ ഒരു ചുമടുമായിട്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരു യഹൂദനെ കണ്ടു എന്നിരിക്കട്ടെ. അപ്പോൾ തന്നെ ഈ റോമൻ പട്ടാളക്കാരൻ തൻ്റെ കയ്യിലെ ആ ഭാരം എടുത്ത് യഹൂദനെ ഏൽപ്പിക്കുകയും അത് എടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ താൻ പറയുന്ന സ്ഥലം വരെ വരുവാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ യഹൂദന്മാരും അത് ചെയ്യുവാൻ നിർബന്ധിതരായിരുന്നു. കാരണം അന്നത്തെ കാലത്തെ നിയമ സംവിധാനം അതായിരുന്നു. റോമൻ പട്ടാളക്കാർക്ക് റോമ ഗവൺമെൻറ് കൊടുത്തിരുന്ന അനേക ആനുകൂല്യങ്ങളിൽ, അനേക പദവികളിൽ ഒരു പദവിയായിരുന്നു ഈ സംവിധാനം എന്ന് പറയുന്നത്. വളരെ അഭിമാനബോധമുള്ള യഹൂദന് ഈ കാര്യം ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം വേറൊരാളുടെ ചുമട് എടുത്തുകൊണ്ട് ആ വ്യക്തി പറയുന്ന സ്ഥലം വരെ പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ചേരുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും റോമൻ പട്ടാളക്കാർ ഇങ്ങനെ നിർബന്ധിച്ചാൽ മനസ്സില്ലാ മനസ്സോടെ അവർ ഈ കാര്യം അനുസരിക്കുമായിരുന്നു. എന്നാൽ യേശു പഠിപ്പിച്ചത് എന്താണ് എന്ന് നമ്മൾ ഇവിടെ കണ്ടു. ഒരുത്തൻ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോടുകൂടെ 2 നാഴിക പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് നാം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആളുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ കാണാം. അത് നിർബന്ധത്തോടെ ആയിരുന്നു പല യഹൂദന്മാരും ചെയ്തിരുന്നത്. നിവൃത്തിയുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ അവർക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. എന്നാൽ അവർ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് അന്നത്തെ നിയമ സംവിധാനം. എന്നാൽ യേശു പറയുന്നു, മനുഷ്യൻ ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെട്ടാൽ അവൻ ആരാണ് എന്ന് ചിന്തിക്കാതെ അവൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി അവൻ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് നാം കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുക്കം ഉള്ളവരായിരിക്കണം. അതിനകത്ത് നമുക്ക് സമയനഷ്ടമുണ്ടാകാം, ആരോഗ്യനഷ്ടമുണ്ടാകാം, പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഒരുപക്ഷെ നമുക്കുണ്ടാകാം. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ഒരു വ്യക്തി ഒരു കാര്യം നമ്മോട് ആവശ്യപ്പെട്ടാൽ അവരുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറമായി അവരെ സഹായിച്ചുകൊണ്ട്, അവർക്കൊരാശ്വാസമായിക്കൊണ്ട്, ഞാനൊരു ക്രിസ്തു ശിഷ്യനാണെന്ന് ആ പ്രവൃത്തിയിലൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് നിർബന്ധിച്ചാൽ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ പോലും, ഉത്തരവാദിത്തങ്ങൾ പോലും പലരും ചെയ്യാതെ ഒഴിഞ്ഞു മാറുമ്പോൾ, ആവശ്യത്തിലിരിക്കുന്നവൻ ആവശ്യപ്പെട്ടാൽ അവൻ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ചെയ്തു കൊടുക്കുവാനുള്ളൊരു മനസ്സൊരുക്കം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഉണ്ടാകണം എന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ വചനം ഒരുപക്ഷെ നമ്മെ അത്രമാത്രം സന്തോഷിപ്പിക്കുന്ന വചനമൊന്നുമായിരിക്കില്ല. കാരണം ഇത് ത്യാഗത്തിൻ്റെ വചനമാണ്. ഇത് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന, അതിനുവേണ്ടി നമ്മളെ ഉത്തേജിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനമാണ്. നാം ഒരാളെ സഹായിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ച് നമ്മെ എന്നെങ്കിലും സഹായിക്കുമോ എന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിച്ചു പോകും. തിരിച്ച് ഒരു സഹായവും പ്രതീക്ഷിക്കാതെ
മനുഷ്യൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ എല്ലാ ക്രിസ്തു ശിഷ്യന്മാരെയും പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവും ഈ ലോകത്തിൽ അതാണ് ചെയ്തത്. കർത്താവിനെ സമീപിച്ച എല്ലാ ആവശ്യക്കാർക്കും കർത്താവ് അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ ചിന്തിച്ചതിനപ്പുറമായി, അവർ വിചാരിച്ചതിനപ്പുറമായി, അവർ ആഗ്രഹിച്ചതിനപ്പുറമായി കർത്താവ് ആർക്കൊക്കെ വേണ്ടി ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം അത് അനുഭവിപ്പാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. യേശു അങ്ങനെ ആയിരുന്നു. യേശുവിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന അവൻ്റെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. അവിടുത്തെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൈവം നമ്മെ എണ്ണട്ടെ. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാമും എണ്ണപ്പെടട്ടെ. ദൈവകൃപ അതിന് കർത്താവ് നമുക്ക് നൽകട്ടെ. സ്വർഗീയപിതാവേ, അങ്ങടുത്തെ വചനത്തിനായി സ്തോത്രം. വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.